പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുവിടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനം സങ്കീർത്തനം 127. എല്ലാം ദൈവത്തിൻ്റെ ദാനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഒരുപക്ഷെ അവർ ആഗ്രഹിക്കുന്നതായിരിക്കുകയില്ല. അവർക്ക് എന്താണോ ആവശ്യം, അവർക്ക് നല്ലത്, അവർക്ക് ഏറ്റവും ഉചിതമായത് അവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് നൽകുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം പലപ്പോഴും കർത്താവിൻ്റെ ദാനങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തായി മാറുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കുകയില്ല പലപ്പോഴും കർത്താവ് നമുക്ക് നൽകുന്നത്. പക്ഷെ നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കാം. ഇന്നലെ ഞാൻ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ ഫോൺ വെച്ചിട്ട് കളി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഫോൺ കോളുകൾ വരുന്നു, ഇയാളത് ആൻസർ ചെയ്യുന്നു, ഇങ്ങനെ മണിക്കൂറുകൾ. ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ കേരളത്തിൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഇയാള് കുപ്രസിദ്ധി ആർജിച്ച കേരളത്തിലെ ഒരു യുവാവാണ്. പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ അടുത്ത് തന്നെ ഒരു മന്ത്രിയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അവൻ്റെ തൊട്ടുപുറത്ത് ക്രിസ്തുവിൻ്റെ സമാധാനത്തിലായിരിക്കുന്ന ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഇയാളോട് വചനം പറയണമെന്ന് തോന്നുകയാണ്. എന്തൊരു ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ലൈഫ്! ഇതെത്ര നാൾ മുന്നോട്ട് പോകും? അതായത് ഒരു തോട്ടക്കാരൻ ധൃതി പിടിച്ച് തോട്ടം വെച്ച് പിടിപ്പിക്കുന്നു. പക്ഷെ അയാൾക്ക് അതിനകത്തെ ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കാനോ അതൊന്ന് മണത്ത് നോക്കാനോ ഇതിനൊന്നിനും സമയമില്ല. അയാൾ ആ തോട്ടം നട്ടുപിടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അത് ഒട്ടും ആസ്വദിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ പല യുവാക്കളുടെയും ജീവിതം ഇപ്രകാരമുള്ളതാണ്. അവർ പരക്കം പായുകയാണ്. എന്തെല്ലാമോ വെട്ടിപ്പിടിക്കാൻ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവർ അതിരാവിലെ ഉണരുകയും വളരെ വൈകി കിടന്നുറങ്ങുകയും ജോലിയിൽ വ്യാപൃതരാവുകയും വേറെ അതൊന്ന് ആസ്വദിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഭയങ്കരമായ കഠിന പ്രയത്നമാണ്. അതുപോലെ ഒരിത്തിരി ഫ്രീ ടൈം കിട്ടിയാൽ അവർ വേറെന്തെങ്കിലും ചെയ്യുവാനുള്ള ശ്രമത്തിലാണ്. അപ്പോഴും അവർക്ക് വിശ്രമം ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല, സമാധാനം ലഭിക്കുന്നില്ല. ക്രമേണ അവരുടെ ആരോഗ്യത്തിന് അത് ബാധിക്കും. പെട്ടെന്ന് ഇതെല്ലാം വ്യർത്ഥമാണെന്നുള്ള ചിന്ത വരുമ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കും. അതുപോലെ വിശുദ്ധ മത്തായി 11-ാം അധ്യായം 28-ാം വാക്യം മുതൽ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.
ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. പലപ്പോഴും ഈ ക്രിസ്തീയ ജീവിതത്തിൽ, അതായത് ക്രിസ്തുവിലുള്ള ജീവിതത്തിൽ, വചനാധിഷ്ഠിതമായ ജീവിതത്തെ അതികഠിനമായിട്ടൊക്കെയാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ പലരും ചിത്രീകരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ആസ്വാദനങ്ങളിൽ നിന്നൊക്കെ മാറി ക്രിസ്തുവിനെ പോലെ ക്രൂശിതനായി ജീവിക്കുന്ന ഒരു ജീവിതം അതെപ്രകാരം ആസ്വാദ്യമാകും. അപ്പൊ ഇതൊരു വലിയ കഠിനമായ ഒരു സംഭവം ആക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സന്തോഷം അനുഭവിച്ചവർക്ക് അതും എന്താണ് മനസ്സിലാവുക? ക്രിസ്തുവിലുള്ള ജീവിതം ഈ ലോകത്തിൻ്റെ ദുരാശകൾക്ക് പിന്നെ പോയിട്ടുള്ള ജീവിതത്തെക്കാൾ വളരെ ലൈറ്റാണ്, വളരെ ലളിതമാണ്, യഥാർത്ഥ സന്തോഷം നൽകുന്നതാണ്, യഥാർത്ഥ ആനന്ദം നൽകുന്നതാണ്. നിങ്ങൾ വേറെ എന്തൊക്കെ ചെയ്താലും ലഭിക്കാത്ത സന്തോഷമാണ് ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തു നൽകുന്ന സമ്മാനം. അപ്പോൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതാണ് ഈസി. ഈ ലോകത്തിൻ്റെ പിന്നാലെ പോകുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഈ ഒരു ചിന്ത നമ്മിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകളെയും വാക്കുകളെയും കേൾവികളെയും ഒക്കെ നിയന്ത്രിക്കാൻ ക്രിസ്തുവിലൂടെ സാധ്യമാകുമെങ്കിൽ നമ്മൾ യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. ആ കൂടി വേണ്ടത് കുറച്ച് അതിനുള്ളൊരു ആഗ്രഹവും കുറച്ചൊരു പ്രാക്ടീസുമാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാകും. ക്രമേണ നമ്മൾ ആത്മാർത്ഥമായി ആ പാത നമ്മൾ തിരഞ്ഞെടുക്കും. അത് നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം നമുക്ക് സത്യം മനസ്സിലാകും. ഈ ലോകം വഞ്ചന നിറഞ്ഞതാണ്. അത് ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് മനുഷ്യനെ അതിനെ അടിമപ്പെടുത്തി, മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലൂടെയും ഒക്കെ അടിമപ്പെടുത്തി ലൗകിക മനുഷ്യരാക്കി ഈ ജീവിതം ഒരു ഓട്ടപ്പന്തയം പോലെ ഓടിത്തീർക്കുന്ന ഒരു യാന്ത്രിക മനുഷ്യരാക്കി മാറ്റുന്ന ഈ ലോകം. അതേസമയം ക്രിസ്തു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ എൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ മക്കളാണ്, ഞാൻ നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങൾ ആകെ കൂടി ചെയ്യേണ്ടത് എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം ലളിതമാകുകയും യഥാർത്ഥ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾ പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞവരാവുകയും ആ ദൈവത്തിൻ്റെ ആ സമ്മാനം, അനീതി, അതിൻ്റെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കുകയും അതോടുകൂടെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഈ ലോകത്തിൻ്റെ ഈ മായകളൊന്നും വേണ്ട എന്ന ചിന്ത നിങ്ങളെ ഗ്രസിക്കുകയും നിങ്ങൾ യഥാർത്ഥ സ്വർഗീയ പാതയിൽ, യഥാർത്ഥ സന്തോഷത്തിൽ ഒരു എത്തിക്കൽ മനുഷ്യനായി, ഒരു പ്രിൻസിപ്പിൾ സെൻറ്റേർഡ് മനുഷ്യനായി നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളും ക്രിസ്തുവും കൂടി തീരുമാനിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന്. മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. മറ്റുള്ളവരുടെ തന്ത്രങ്ങളല്ല ക്രിസ്തുവിലായിരിക്കുന്നവൻ്റെ
ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ എൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുവിൻ. എൻ്റെ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ വക ലോകത്തിൻ്റെ മായകളിൽ നിന്നും, കുതന്ത്രങ്ങളിൽ നിന്നും, സ്വാർത്ഥമോഹങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ കരുവാക്കി മറ്റുള്ളവർ കളിക്കുന്ന കളികളിൽ നിന്ന് കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കും. യഥാർത്ഥ സന്തോഷവും സമാധാനവും കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കും. കർത്താവ് തീരുമാനിക്കും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. ഈ സർവ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം തീരുമാനിക്കും നമ്മൾ ഏത് വഴിയിലൂടെ പോകണമെന്ന്. അതാണ് ഏറ്റവും വലിയ സുരക്ഷിതത്വം. വീണ്ടും പറയുന്നു, കൊളോസോസ് 3:23. അപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല, ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുക. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ജോലി എന്തു തന്നെയായിരുന്നാൽ ഫുൾ ആത്മാർത്ഥതയോടെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ നമ്മൾ ചെയ്യുക. അതിനുള്ള പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും. അപ്പൊ ക്രിസ്തു അനുയായികൾ എപ്പോഴും സന്തോഷത്തിലിരിക്കേണ്ടവരാണ്. ഉള്ളത് കൊണ്ട് സന്തോഷത്തിലായിരിക്കും. ക്രിസ്തു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് എപ്പോഴും സന്തോഷത്തിലായിരിക്കുക. അതുപോലെ ക്രിസ്തു നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ജോലികൾ എന്തു തന്നെയായിരുന്നാലും ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ പരമാവധി നമ്മുടെ കേപ്പബിലിറ്റി ഉപയോഗിച്ച് ഒരു ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ എല്ലാ ജോലിയും ചെയ്യുക. ഇപ്പം നമ്മളൊരു അധ്യാപകനാണെങ്കിൽ ഇത്രയും കുഞ്ഞുമക്കളെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ പരമാവധി നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം സന്തോഷത്തോടെ നമുക്ക് നിറവേറ്റണം. ഒരു കൽപ്പനക്കാരനാണെങ്കിൽ അതിൽ താമസിക്കുന്നവർക്ക്, അതിൻ്റെ ഉടമസ്ഥനും കുടുംബത്തിനും ഏറ്റവും സന്തോഷകരമായി ജീവിക്കുവാൻ വേണ്ട ഒരു ഗ്രഹമാണ് ഞാൻ നിർമ്മിക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യത്തോടെ ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ നമുക്ക് ആ ജോലി ചെയ്യാം. ഒരു റോഡൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ആത്മാർത്ഥതയോടെ നമുക്ക് ചെയ്യാം. കാരണം എത്രയോ ആളുകൾ അതിൽ നടന്നു പോകേണ്ടതാണ്. അവർക്ക് ആ പരിസരം, അവരുടെ പരിസരം വൃത്തിയാക്കി കൊടുക്കുന്നത് മനോഹരമായ ഒരു ഉത്തരവാദിത്വമായി എടുത്ത് നമുക്കത് പൂർണ്ണതയോടെ ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ ആളുകൾ അപകടത്തിൽപ്പെടാതെ അതിന് വേണ്ട എല്ലാ കരുതലുകളും എടുത്ത് ചെയ്യുക. അപ്പോൾ നമ്മുടെ കർമ്മ മേഖലകൾ എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവത്തെ സേവിക്കുന്നത് പോലെ ആത്മാർത്ഥതയോടെ നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് കർത്താവിനോട് ഏതാണ് എൻ്റെ മാർഗം കർത്താവേ, എൻ്റെ കരം പിടിച്ച് എന്നെ നടത്തണമേ എന്ന് അടിക്കടി ചോദിച്ചുകൊണ്ടിരിക്കാം. കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായി നമുക്ക് ജീവിക്കാം. അപ്രകാരം ഓരോ നിമിഷവും നമുക്ക് ആ ഒരു കർത്താവിൻ്റെ സന്തോഷത്തിൽ, ക്രിസ്തു ലഹരിയിൽ നമുക്ക് ജീവിച്ച് ഈ ജീവിതം നമുക്ക് ഒരു അർത്ഥമുള്ളതാക്കി സന്തോഷമുള്ളതാക്കി തീർക്കാം. ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു.
ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.